ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റാഗി കൊണ്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള സ്മൂത്തിയാണ്. ഇതൊരു ഹെൽത്തി സ്മൂത്തിയാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആപ്പിൾ റാഗി സ്മൂത്തിയാണ്. റാഗി ആപ്പിൾ സ്മൂത്തി തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആപ്പിൾ, ഡ്രൈഡ് ഗ്രേപ്സ്, ഡേറ്റ്സ്, ബദാം, ഹണി, റാഗി പൗഡർ. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് സ്മൂത്തി തയ്യാറാക്കാം. ആപ്പിൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ബദാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റാഗി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഡേറ്റ്സും ഹണിയും ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചിയ സീഡ്സ് ആണ്. ചിയ സീഡ്സ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് വെക്കാം. ആദ്യം തന്നെ ഡേറ്റ്സ്, ചിയ സീഡ്സ് എന്നിവ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് സ്മൂത്തി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ബദാമും ഡേറ്റ്സും ചേർത്ത് കൊടുക്കാം. ചിയ സീഡ്സും ചേർത്ത് കൊടുത്തു. റാഗി ആപ്പിൾ സ്മൂത്തി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി തയ്യാറാക്കുന്നത് റാഗി ക്യാരറ്റ് സ്മൂത്തിയാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് റാഗിയാണ്. റാഗി വെള്ളത്തിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം മാറ്റി വെക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ക്യാരറ്റ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ക്യാരറ്റ് ജാറിലിട്ട് കൊടുത്തു. അതിനുശേഷം റാഗി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഹണിയാണ്. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചിയ സീഡ്സ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇനി നമുക്ക് അടിച്ചെടുത്ത സ്മൂത്തി ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ചിയ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ക്യാരറ്റ് അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബദാം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഡ്രൈഡ് ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ചിയ സീഡ്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ റാഗി ക്യാരറ്റ് സ്മൂത്തി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി തയ്യാറാക്കുന്നത് ബനാന സ്മൂത്തിയാണ്. റാഗി ബനാന സ്മൂത്തി. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. റോബസ്റ്റ, ബദാം, ഡ്രൈഡ് ഗ്രേപ്സ്, ഡേറ്റ്സ് എന്നിവയാണ്. റാഗിപ്പൊടി നന്നായിട്ട് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുറുക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് റോബസ്റ്റ, ബദാം, ഡേറ്റ്സ് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റാഗി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേനും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഹണിയും വെള്ളവും ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ചിയ സീഡ്സ് ആണ്. ചിയ സീഡ്സ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇനി നമുക്ക് തയ്യാറാക്കിയ സ്മൂത്തി ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ചിയ സീഡ്സ് ആണ്. അതിനുശേഷം സ്മൂത്തി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഡ്രൈഡ് ഗ്രേപ്സും ബദാമും ചേർത്ത് കൊടുക്കാം. റാഗി ബനാന സ്മൂത്തി തയ്യാറായി കഴിഞ്ഞു. വ്യത്യസ്ത തരത്തിലുള്ള ഈ 3 സ്മൂത്തികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പുതിയ ഒരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.